നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ കോൺഗ്രസിൽ പോര് ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായി നേതാക്കൾ തമ്മിലുള്ള ചരടുവലികളും അണിയറ നീക്കങ്ങളും കൂടുതൽ കനത്തു. ഹൈക്കമാൻഡിന്റെയും എംഎൽഎമാരുടെയും പിന്തുണ നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. അതേസമയം എ.ഐ.സി.സി. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് വൈകിട്ടോടെ കേരളത്തിലെത്തി. നിരീക്ഷകർ എംഎൽഎമാരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഉണ്ടാകരുതെന്ന ആവശ്യം വി.ഡി. സതീശൻ പക്ഷം മുന്നോട്ട് വെച്ചു. എംഎൽഎമാരെ രഹസ്യമായി ഒറ്റയ്ക്ക് കാണണമെന്ന ആവശ്യവും ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നേതാക്കൾക്കായി കമന്റുകളിലൂടെയുള്ള പ്രചാരണവും ശക്തമാണ്. സംസ്ഥാനത്തുടനീളം പ്രിയപ്പെട്ട നേതാക്കൾക്കായി ഫ്ലെക്സ് യുദ്ധവും തുടരുകയാണ്. മുഖ്യമന്ത്രി കസേരക്കായുള്ള പോരിൽ തലയെണ്ണലോ കാരണവർ സ്ഥാനമോ അണികളുടെ പിന്തുണയോ ഏതാകും ഏറ്റവും ഒടുവിൽ വിജയിക്കുക? കാണാം RDX റാപ്പ്. ദൂതന്മാർ വഴി എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. എ.ഐ.സി.സി. നിരീക്ഷകർ എംഎൽഎമാരെ രഹസ്യമായി ഒറ്റയ്ക്ക് കാണണമെന്ന ആവശ്യം വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. നിരീക്ഷകർ എംഎൽഎമാരെ കേൾക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഉണ്ടാകരുതെന്ന ആവശ്യവും വി.ഡി. പക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രഹസ്യമായി കണ്ടാൽ 35 എംഎൽഎമാർ തന്നെ പിന്തുണയ്ക്കുമെന്നാണ് വി.ഡി. സതീശന്റെ പ്രതീക്ഷ. പക്ഷേ 43 എംഎൽഎമാർ ഒപ്പമുണ്ടെന്നാണ് കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള നിർണായക നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഇതിനിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പോസ്റ്റുകൾക്ക് താഴെ തങ്ങളുടെ പ്രിയ നേതാവിനായി കമന്റ് ബോക്സ് യുദ്ധവും അണികൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോരിന് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കളെ പിന്തുണച്ച ഫ്ലെക്സ് ബോർഡുകളും ഇന്നും വ്യാപകമായി ഉയർന്നു. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ മുഖ്യമന്ത്രി ചർച്ചയിൽ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മുഖ്യമന്ത്രി ചർച്ചകളോടുള്ള ചോദ്യങ്ങൾക്ക് പരിഹാസ രൂപേണയായിരുന്നു കെ. സുധാകരൻ എംപിയുടെ മറുപടി. മുഖ്യമന്ത്രി പദവിയിൽ മനസ്സിലുള്ളത് തന്റെ പേര് മാത്രമെന്നും രണ്ടാമത്തെ പേര് ഇല്ല എന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം. എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തുന്നത് റീൽസ് രാഷ്ട്രീയമെന്ന് തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും രംഗത്തെത്തി. പണമിറക്കി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി നേതാക്കളെ ആക്രമിക്കുന്നുവെന്നും നേതൃത്വം ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു. തീരുമാനം വരും, അപ്പം നിങ്ങളൊക്കെ പറയാം. ഞാൻ പറ്റൂലേ? പറ്റൂലേ? രണ്ടാമത്തെ പേര് എനിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കകത്ത് റീൽസ് രാഷ്ട്രീയക്കാർ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ പാർട്ടിയിൽ പണം ചെലവാക്കി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ഫേക്ക് അക്കൗണ്ടുകാർ എ.ഐ.സി.സി. സെക്രട്ടറിയായി കെ.സി. വേണുവിനെ ആക്രമിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ തറ തൊടാതെ ആക്രമിച്ചിട്ടുണ്ട്. രമേശിനെ ആക്രമിച്ചിട്ടുണ്ട്. മുരളീധരനെ ആക്രമിച്ചിട്ടുണ്ട്. എന്നെ മാർക്സിസ്റ്റുകാരല്ല ആക്രമിക്കുന്നത്, എന്നെ BJP-ക്കാരല്ല ആക്രമിക്കുന്നത്. ഈ ഫേക്ക് അക്കൗണ്ടുള്ള കോൺഗ്രസിൻ്റെ ആളുകളാണ് ആക്രമിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയിൽ എംഎൽഎമാരുടെ അഭിപ്രായം പരസ്യമായി കേൾക്കണമെന്നും ഏകാധിപത്യ പ്രവണത കാട്ടിയ പിണറായി വിജയൻ എല്ലാവർക്കും ഒരു പാഠമാണെന്നും ദീപ്തി മേരി വർഗീസും പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളയാൾ കെ.സി. വേണുഗോപാലാണെന്ന് പരസ്യമായ പ്രതികരണവുമായി നിയുക്ത ചടയമംഗലം എംഎൽഎ MM നസീറും രംഗത്തെത്തി. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി. ഞാൻ മാത്രം മതി, എൻ്റെ ഫുൾ ഫിഗർ മാത്രം മതി, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പിണറായി വിജയൻ. എന്താ ഈ വലിയ പതനമല്ല, അത് എല്ലാവർക്കും ഒരു പാഠമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് കെ.സി. വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൽ ഉറച്ച നിലപാട് തന്നെയാണ്. കാരണം അദ്ദേഹം ഇതിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേസമയം സീറ്റുകളിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ച ചെയ്തതിന് പരിഹാരമായി ജോസഫ് വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് നിയുക്ത എംഎൽഎ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. മാണി വിഭാഗം തിരിച്ചു വന്നാൽ ആടിനെ കൊന്ന് സദ്യ ഒരുക്കി സ്വീകരിക്കുമെന്നും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ മാത്രമെന്നും അപ്പു പറഞ്ഞു. മന്ത്രിസ്ഥാനം തന്റെ മുൻഗണനയിൽ ഇല്ലെന്നും അതൊക്കെ മുഖ്യമന്ത്രിയും നേതൃത്വവും തീരുമാനിക്കേണ്ട കാര്യമാണെന്നും പുതുപ്പള്ളി എംഎൽഎ ചാണ്ടിയുമ്മനും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി. 2 സീറ്റ് നമ്മൾ വിട്ടുകൊടുക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ആ ഒരു പരിഗണന ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കേരള കോൺഗ്രസ് അല്ല ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ്. എല്ലാവർക്കും ഒരേ ആശയങ്ങളാണ്. ചിലര് വഴിതെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുടിയനായപുത്രന്റെ കഥ കേട്ടിട്ടില്ലേ? തിരിച്ചു വരുമ്പോൾ ആടിനെ കൊന്ന് സദ്യ ഒരുക്കി സ്വീകരിക്കും.
ഈ ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീരുന്ന വിഷയങ്ങളൊക്കെ ഈ സംവിധാനത്തിലുള്ളൂ. നമുക്ക് മന്ത്രിസഭ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. ആര് മന്ത്രിയാവുന്നു ആവുന്നില്ല എന്നൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. അതൊരു പ്രയോറിറ്റി അല്ല. പിന്നെ മന്ത്രിസഭയുടെ കാര്യമൊക്കെ മുഖ്യമന്ത്രിയും ലീഡർഷിപ്പും എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കടുത്ത VD സതീശൻ വിരുദ്ധ നിലപാടുള്ള NSSും SNDPയും അവരുടെ നിലപാട് ഇന്നും ആവർത്തിച്ചു. സതീശനോടുള്ള വിയോജിപ്പ് പിൻവലിക്കേണ്ട സാഹചര്യമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. UDFന്റെ വിജയശില്പി KC ആണെന്നും അദ്ദേഹം അധികായനാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ചെന്നിത്തല പരിചയസമ്പത്തും മെയ്വഴക്കവുമുള്ള നേതാവാണെന്നും VD സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. സമദൂര നിലപാട് തന്നെയായിരുന്നു അവിടെയും എല്ലായിടത്തും. അപ്പോൾ ആ സാഹചര്യത്തിൽ പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ഞങ്ങൾക്ക് ഉള്ള ഇഷ്ടമല്ല. ആ വിയോജിപ്പ് ഇപ്പോഴും ഉണ്ട്. MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ ഓർത്തഡോക്സ് സഭ ഇന്ന് പരസ്യമായി രംഗത്തെത്തി. MP-മാർ മത്സരിക്കരുതെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനിച്ചതാണെന്നും വിജയിപ്പിച്ച ജനത്തെ പരാജയപ്പെടുത്തരുതെന്നും ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്തോ ഒരു ബഹളങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഏകദേശം അതേ പ്രവണതയാണ് സമയത്ത് കാണുന്നത്. ഞങ്ങൾ ജയിച്ചു എന്നതുകൊണ്ട് ജനത്തെ ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ജയിച്ചവരും മനസ്സിലാക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യാനല്ല ഡൽഹിയിൽ പോയതെന്നും മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും നിരീക്ഷകർ കേരളത്തിൽ എത്തിയത് അതിനാണെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ പോയത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയത്. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗത്തിന് വേണ്ടി പോയതാണ്. ഇത് ഉടൻ തീരുമാനമാകാൻ അങ്ങനെ പറ്റുമെന്ന് തോന്നില്ല. എങ്കിൽ പോലും ഒരു ഈ പറയുന്നത് പോലെ എടുത്തണ്ടല്ലോ. ഈ വലിയ ചരിത്ര വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു നിറങ്കെടുത്തരുതെന്ന് നേരത്തെ തന്നെ ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതാ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പോലെയുള്ളവർ വരുന്നു. മറ്റുള്ളവരും അതിൽ അഭിപ്രായമൊക്കെ കൃത്യമായും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അധികം നീട്ടിക്കൊണ്ടു പോകില്ലായിരിക്കും. പക്ഷേ ഇതൊരു വലിയ കീറാമുട്ടിയാണ് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഒരു കാര്യം. എന്താണ് തോന്നുന്നത്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഗ്രൂപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന കാലയളവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 5 വർഷം മാത്രമായിരുന്നിരിക്കണം. സമീപകാല ചരിത്രത്തിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു കാലമില്ല. ഗ്രൂപ്പ് ആത്യന്തികമായി ആ സംഘടനയെ ചലിപ്പിക്കുകയും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വേദിയൊരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഗ്രൂപ്പ് അടക്കം ഉള്ള കാരണങ്ങളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണം ഉണ്ടാക്കി കൊടുത്തത്, കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ള ഒരു തോന്നൽ. പല കാരണങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ ഇന്നിപ്പോൾ LDFനെതിരെ LDFൻ്റെ തന്നെ പ്രവർത്തകരും CPIMൻ്റെ അണികളും ഒക്കെ പല കാരണങ്ങൾ ചിന്തിച്ചു കൂട്ടി അതിങ്ങനെ പരസ്യമായി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആ മട്ടിൽ പല കാരണങ്ങൾ കൂടെ അവർ പറഞ്ഞ ഒരു കാരണം ഇവരുടെ ഈ ഗ്രൂപ്പിസമാണ് എന്നുള്ളതാണ്. ഈ പാർട്ടിയെ ഗ്രൂപ്പിസം നശിപ്പിക്കും എന്ന മട്ടിലുള്ള ചർച്ചയിലേക്ക് പ്രവർത്തകർ പോയി. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ ജനാധിപത്യപരമായ സംവാദങ്ങളെ ഒക്കെ ഉണർത്തിയിരുന്നത് ഈ ഗ്രൂപ്പിസമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല സംഘടനയെ ചലിപ്പിച്ചിരുന്നതും ആ ഗ്രൂപ്പിസമാണ്. അത് കഴിഞ്ഞ 5 വർഷം ഇല്ലായിരുന്നു എന്നതുകൊണ്ട് അത് സമ്പൂർണ്ണമായി ഇല്ലാതായി എന്നല്ല, പരസ്യമായി ഉണ്ടായിരുന്നില്ല. VD സതീശൻ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ആ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ നേതൃത്വത്തെ, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അന്നേ തീരുമാനിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യം, ഞാൻ ഗ്രൂപ്പിൻ്റെ പണിക്ക് പോകില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ആ വാക്ക് പാലിച്ചു. അദ്ദേഹത്തോട് അനുഭാവമുള്ള, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് പ്രതിപത്തിയുള്ള ഏതാനും ചില വിരലിലെണ്ണാവുന്ന MLA-മാർ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കൂടി VD സതീശൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്.
അതിനപ്പുറത്ത് ആ MLA-മാർ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അതായത് എന്താണ് അതിനപ്പുറം MLA-മാരൊക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നുള്ള താല്പര്യമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഏതാനും MLA-മാരാണ് വി.ഡി. സതീശന് വേണ്ടി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വി.ഡി. സതീശൻ ക്യാമ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് കരുതാം. അതും പക്ഷേ കേന്ദ്രീകൃതമായുള്ള ഒരു പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല. KC ആദ്യഘട്ടം മുതൽ വളരെ കൃത്യമായി ആ ഗ്രൂപ്പ് എന്നുള്ള സംഗതി ഇതിനകത്ത് ഇല്ലാതാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതിന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇപ്പോൾ KC ഗ്രൂപ്പാണ്. പഴയ A ഗ്രൂപ്പോ I ഗ്രൂപ്പോ ഒന്നുമല്ല. അതിനെ ഈ ഗ്രൂപ്പുകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വലിയ പവറുള്ളയാളാണ് KC. അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. ആ കരുത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു സംവിധാനത്തെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഫണ്ട് ഒരു ഗ്രൂപ്പ് പണ്ടൊക്കെ ഗ്രൂപ്പ് നടത്തിപ്പുകാർ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ വിവിധ ഗ്രൂപ്പുകൾ തന്നെയാണ് ഫണ്ടെത്തിക്കുക, പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് ചെയ്തു കൊടുക്കുക ഒക്കെ, അത് സമാഹരിക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ A ഗ്രൂപ്പാണെങ്കിൽ A ഗ്രൂപ്പിൻ്റെ ഒരു MLA ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ തുക A ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. I ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് തുക A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിക്കും കിട്ടും. അത് ഭയങ്കര കൗതുകകരമായ രസകരമായ ഒരു പ്രവർത്തന രീതിയായിരുന്നത്. പക്ഷേ കൂടുതൽ തുക എവിടെ നിന്നായിരിക്കും വരിക? എപ്പോഴും അയാൾ ലോയലായി നിൽക്കുക ആ ഗ്രൂപ്പിനോടായിരിക്കും. അങ്ങനെയൊക്കെ അത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഘടനയും രീതിയും അതിന് ഗ്രൂപ്പ് മാനേജർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ മട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ KCക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫണ്ടടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കാര്യക്ഷമമായി അത് പഴയ ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ മാനേജ് ചെയ്തതും KCയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അധികാരം KCക്കുണ്ട്. അതായത് ഈ പറയുന്ന MLA-മാർക്ക് ആർക്കും നേരെ നിന്നിട്ട് KC ആവണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയില്ല. പിന്നെ ഈ അപാരമായ അധികാരം കൊണ്ട് എനിക്കൊക്കെ എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിപ്പോയാൽ അതെന്തിനാണ് വെറുതെ ഞാൻ കളയുന്നത് എന്നുള്ള ചിന്തയുള്ള MLA-മാരുണ്ട്. ഇന്നിപ്പോൾ MM നസീർ പറഞ്ഞു കേട്ടില്ലേ, അതായത് എൻ്റെ ആദ്യത്തെ പരസ്യ പ്രതികരണം നടത്തിയ MLA MM നസീറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വളരെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്, അതിനു മുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഒക്കെ അദ്ദേഹമാണ്. പിന്നെ ഞാൻ വളരെ ത്യാഗങ്ങളൊക്കെ ചെയ്തയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനത്തിന് എനിക്ക് എന്തായാലും അർഹതയുണ്ട്. ഇതൊരു ഇടവേളയില്ലാതെ ഒരുമിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു സാധ്യത ഉറപ്പാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും KCക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള തോന്നൽ ചിലർക്കുണ്ട്. അപ്പോൾ ഈ ഫണ്ട് വന്ന വഴി പിന്നെ KCക്കൊപ്പം നിന്നാലാണ് സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ള ഈ തോന്നലെല്ലാം ഉള്ളതുകൊണ്ട് KCക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഈ വന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഓരോ സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷത്തിൽ ഒരംശം വി.ഡി. സതീശൻ അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. താഴെ തട്ടിൽ നിന്നുള്ള പ്രതികരണത്തിൽ എന്താണ്, വി.ഡി. സതീശൻ അനുകൂലമായുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ്സുകാർ തന്നെ നമ്മളോട് പറയുന്നത്, അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് 2021 ഒരവസരം അദ്ദേഹത്തിന് കിട്ടിയതാണ്. ആ അവസരം അദ്ദേഹത്തിന് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് പട നയിക്കുന്നയാൾക്കല്ലേ യഥാർത്ഥത്തിൽ അതിനുള്ള അവകാശം എന്ന്. പക്ഷേ MLA-മാരുടെ എണ്ണം മാത്രം മുൻനിർത്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന തരത്തിൽ MLA-മാർ ആർക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ഈ കേന്ദ്ര നിരീക്ഷകർ വന്നിരുന്ന് ചോദിച്ചു മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയാം, KC വേണുഗോപാലായിരിക്കും അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. KC വേണുഗോപാലായിരിക്കും. അത് തന്നെയാണ്. അതിനകത്ത് അപ്പുറത്തൊരു വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് സംശയാതീതമായ കാര്യം. വി.ഡി. സതീശന് വേണ്ടി മുറവിളി ഉയരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, താഴെ തട്ടിൽ ഈ വിജയിച്ചു വന്ന MLA-മാരോട് നേരിട്ട്, അതായത് KCക്കൊപ്പം നിൽക്കുന്ന MLA-മാരോടടക്കം താഴെ തട്ടിൽ ഇപ്പോൾ ഒറ്റ ദിവസത്തെ ഇടവേള കിട്ടിയപ്പോൾ മണ്ഡലം സന്ദർശിച്ചു. ആ മണ്ഡലം സന്ദർശിച്ച മിക്കവാറും MLA-മാരോട് പ്രവർത്തകരും അണികളും വഴിയോരത്ത് കാത്തു നിൽക്കുന്നവരും വന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വി.ഡി. സതീശന് വേണ്ടി കൈവക്കണം എന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പല തരത്തിലാണ് ശ്യാമിലി, അതായത്
നിലപാടുകൾ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്നത്തെ ദിവസവും ഇവിടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ ആ അതൃപ്തി ഈ ചർച്ചകൾ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലും പങ്കുവയ്ക്കാനും അതിൽ ഒരു നിലപാട് സ്വീകരിക്കാനും ഒക്കെ തയ്യാറായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതെങ്ങനെ വേണം മുഖ്യമന്ത്രി ചർച്ചകൾ പോകാനെന്നുള്ളതിൽ ആ ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന മട്ടിലാണ് അവരെല്ലാവരും ഇന്നിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും സംസാരിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടൊന്നും അല്ല ആളുകൾ, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടല്ല ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തത്, സുകുമാരൻ നായർ പറഞ്ഞിട്ടല്ല ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അത് വിചാരിച്ചാൽ കോൺഗ്രസിന് കൊള്ളാം എന്നുള്ളതേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. കാരണം കേരളം കണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഇടതുമുന്നണിയുടെ പ്രവർത്തകരും ഇതിലൊന്നും പെടാത്ത സ്വിംഗ് വോട്ടർമാരും എല്ലാം കണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയായ പയ്യന്നൂരിൽ CPIM പരാജയപ്പെടുന്നു, തളിപ്പറമ്പിൽ CPIM പരാജയപ്പെടുന്നു, കേരളത്തിലെമ്പാടും പരാജയപ്പെടുന്നു. അതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അത് കണ്ടു നിൽക്കുന്നത് ജനതയ്ക്ക് നടുവിലാണ് ഉറച്ച കോട്ടയായ ഇരിക്കൂറിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായതിനു ശേഷം മത്സരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുന്നതിൻ്റെ ഒരു സ്ഥാനത്തെത്തിയതിന് ശേഷം മത്സരിക്കുന്നതിൻ്റെ ആനുകൂല്യം ആ മണ്ഡലത്തിലെ ആളുകൾ നൽകും എന്നുള്ളതാണ് പ്രതീക്ഷയെങ്കിൽ കോൺഗ്രസിൽ തന്നെ അതിന് ഒരു അപവാദമുണ്ട്. അത് വേറെ ആരുമല്ല, K. മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും അബദ്ധം പിടിച്ച തീരുമാനമെടുത്ത നേതാവ് K. മുരളീധരനാണ്. അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹവും സമ്മതിക്കും, അദ്ദേഹം തന്നെയാണ് ആ അബദ്ധം പിടിച്ച തീരുമാനത്തിൽ. കാരണം KPCC പ്രസിഡന്റ് എന്നുള്ള വളരെ പവർഫുള്ളായ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ പതുക്കെ ഈ പറയുന്ന ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടിയും ഒക്കെ എരുകേറ്റിയാണ് അദ്ദേഹത്തെ വൈദ്യുതി മന്ത്രിയാക്കാമെന്ന് തീരുമാനിക്കുന്നത്. അന്ന് കരുണാകരൻ ശക്തമായി ഇതിന് ഉള്ളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആ ഗ്രൂപ്പിനെ തന്നെ പതുക്കെ മാറ്റി നിർത്തി ഈ സമവായത്തിലേക്ക്, ഒത്തുതീർപ്പിലേക്ക് പോവുകയും അങ്ങനെ വൈദ്യുതി മന്ത്രിയായി മന്ത്രിസ്ഥാനവുമായാണ് അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മത്സരിക്കാൻ പോകുന്നത്. അവിടെ ഉറച്ച കോട്ടയായ വടക്കാഞ്ചേരി, കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ വടക്കാഞ്ചേരി, ഞാനിപ്പോൾ പറയുമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ തൃക്കാക്കര പോലെയാണെന്ന് വടക്കാഞ്ചേരി. ആ വടക്കാഞ്ചേരിയിൽ ദയനീയമായി K. മുരളീധരൻ പരാജയപ്പെട്ടു, ജനം പരാജയപ്പെടുത്തി. അപ്പോൾ ആ ഓർമ്മ KC വേണുഗോപാലിനുള്ളത് നല്ലതാണ്. കാരണം അതുമാത്രമല്ല സംഭവിക്കുക, അദ്ദേഹം ഇനി അവിടെ വിജയിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹം വിജയിച്ചാൽ ആലപ്പുഴയിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ആലപ്പുഴയിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശോഭാ സുരേന്ദ്രനൊന്ന് മത്സരിക്കുകയും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയും ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. എന്ന് വെച്ചാൽ അവിടെ BJP ജയിക്കണമെന്നല്ല. ഇപ്പുറത്ത് CPIM, അവിടെ ശക്തമായ കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിലും AM ആരിഫിനെ ജയിപ്പിച്ച മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ ആ ആലപ്പുഴയാണ് കൈവിട്ട് കളയാൻ പോകുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയായതിനു ശേഷം. അതായത് KC വേണുഗോപാലിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഇതെല്ലാം രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരമാണ്. അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച്, അതായത് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരവസരമാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ പവർ ഉപയോഗിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പറഞ്ഞത് കേട്ടല്ലോ, അതായത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു MP പതുക്കെ രാജിവെച്ച് മുഖ്യമന്ത്രിയാവാൻ തീരുമാനിക്കുന്ന സ്ഥിതി, വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഈ കട്ടിലിനൊപ്പിച്ച് കാലുമുറിക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടി പല ഘട്ടങ്ങളിലായി ഇടതുമുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ CPIM-നുള്ളിൽ നടന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ ഈ ആളുകൾ വിശദീകരിക്കുന്നത് പോലെ CPIM-ൻ്റെ BJP അനുകൂല നിലപാട് ചിലർ സ്വീകരിച്ചിരുന്നു, മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു എന്നൊക്കെയുള്ള അബ്സേർഡായ കാര്യങ്ങൾ വേറെ പലതും ചർച്ച ചെയ്യുന്നുണ്ട്. അതല്ല, രാഷ്ട്രീയം വിട്ടു ചില കാര്യങ്ങൾ, ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. വിട്ടുവീഴ്ചയുണ്ടായി, പല കാര്യങ്ങളും വിട്ടുവീഴ്ചയുണ്ടായി. പാർട്ടി നയിക്കുന്നില്ല ഈ സംവിധാനത്തെ എന്നുള്ള തോന്നലുണ്ടായി. വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായാണ് ഈ പാർട്ടി ചലിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായി. ആ തോന്നലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തിയതെന്ന് വിലയിരുത്തൽ വരുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ നിന്നായാലും ഉണ്ടാകാൻ പാടില്ല
എന്നുള്ളതാണ്. രണ്ട് പാർട്ടിയുടെയും ഘടന വേറെയാണ്, പ്രവർത്തകരുടെ രീതി വേറെയാണ്. ഒന്ന് കേഡർ പാർട്ടിയാണ്, ഒന്ന് കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജനാധിപത്യ പാർട്ടിയാണ്. അതൊക്കെ കൊണ്ട് ഇങ്ങനെ സാധിക്കുമെന്ന് കരുതിയാൽ ജനാധിപത്യ പാർട്ടി എന്നുള്ള പ്രയോഗത്തോട് നീതി പുലർത്തണമെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം അടയാളപ്പെടുത്തിയ നേതാവിനെ ആ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് ശരി. പക്ഷേ ആ മട്ടിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. MLA-മാരുടെ എണ്ണം തല എണ്ണിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു സംശയമാണ്. അതും MLA-മാരുടെ നിസ്സഹായത കൂടിയാണ്. വേറൊന്നും കൊണ്ടല്ല, MLA-മാരുടെ നിസ്സഹായത കൂടിയാണ്. MLA-മാർക്ക് ഗ്രൗണ്ട് അറിയാത്തവരൊന്നുമല്ല. ഈ MLA-മാരെല്ലാം ജയിച്ചു വന്നിരിക്കുന്നത് ആ വോട്ട് മുഴുവൻ VD സതീശനുള്ള വോട്ട് എന്നല്ലല്ലോ പറയാൻ പറ്റുക. MLA-മാരും പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി. പല പല കാരണങ്ങളാണ്. MLA-മാർക്ക് ഗ്രൗണ്ട് അറിയാവുന്നവരാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാം. അവിടെ ആളുകളുടെ വികാരം എന്താണെന്നറിയാം. പക്ഷേ അവർക്ക് അവിടെ പോയിട്ട് ഉള്ളിൽ ബോധമുണ്ട്, പക്ഷേ അഭ്യാസം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ പറയുമല്ലോ, അല്ലെങ്കിൽ തറയിൽ നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാനെന്ന്. അതാണ് അവസ്ഥ. അവിടെ ഈ കാര്യങ്ങൾ സത്യസന്ധമായി ബോധിപ്പിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡ് മനസ്സിലാക്കുമെങ്കിൽ സാഹചര്യം മറ്റൊന്നായി വരാം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ക്ലെയിം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഹൈക്കമാൻഡിന് മുന്നിലും അവതരിപ്പിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ചതുപോലെ ഈ കിട്ടിയ ഒരു ഇടവേളയിൽ മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ തീർക്കാൻ പോയതൊന്നുമല്ല. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ആ ക്ലെയിം എത്രത്തോളം അവർ അംഗീകരിക്കുന്നു എന്നുള്ളതും ഒരു MLA-മാരുടെ അഭിപ്രായം സ്വരൂപിക്കുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് വരുകയാണെങ്കിൽ അതപ്പോൾ ആലോചിക്കാമെന്നുമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതിനപ്പുറത്ത് ഈ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ആ പരിഗണിക്കേണ്ട പേരുകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉൾപ്പെടുത്തുമ്പോൾ മിണ്ടാതിരുന്നാൽ പോലും അതൊരു പാതകമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തൽക്കാലം സംശയമില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ്, ആ പാർട്ടിയുടെ രീതിയുണ്ട്. ആരായാലും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയെ നമ്മൾ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വീകരിക്കും. അത് പെട്ടെന്നായിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ശരിയാണ്. അത് ജനം ഒരു വിധി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആര് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ആദ്യം പ്രഥമ വിഷയമായി വരുന്നത്. അതിൽ ആര് ബാങ്ക് റോൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആര് ജനങ്ങളിലേക്ക് ആദ്യം ഇറങ്ങി വോട്ടുറപ്പിക്കാൻ മുന്നിട്ട് നിന്നു, കച്ചകെട്ടി മുണ്ട് മുറുക്കി ഉടുത്ത് നിന്നു എന്നുള്ളതാണ് പ്രഥമ പരിഗണനാ വിഷയമായി ഞാൻ എടുക്കുന്നത് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാർക്ക്, ഒരു മെറിറ്റ് അധികം, മേൽക്കൈ അധികം VD സതീശന് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ഇന്ന് ഈ ബൈറ്റുകൾ കേട്ടപ്പോൾ ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നുവല്ലോ ഈ മുഖ്യമന്ത്രി ചർച്ചകളെ സംബന്ധിച്ചുള്ള. ദീപ്തി മേരി വർഗീസ് നേരത്തെ തന്നെ KC വേണുഗോപാലിന് പരസ്യ പിന്തുണ നൽകിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ അവർ പറയുന്നത് ഏകാധിപത്യ പ്രവണത കാട്ടിയ പിണറായി വിജയൻ എല്ലാവർക്കും ഒരു പാഠമാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഏകാധിപത്യ പ്രവണത എന്നുള്ളത് CPM-ൽ പിണറായി വിജയന് നിലവിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ചാപ്പയാണല്ലോ. അപ്പോൾ തീർച്ചയായും അത് UDF-ലേക്ക് വരുമ്പോൾ, കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് VD സതീശനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആലോചിക്കേണ്ടത്. എന്നിട്ട് ഈ ഏകാധിപതികളൊക്കെ എന്താ ചെയ്തത് എന്നുള്ളതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഏകാധിപത്യം എന്ന് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ ഏകാധിപതി എന്നുള്ളത്. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് അവരതിനെ വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനുള്ളിൽ ഏകാധിപതി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ എന്നിട്ട് ഈ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ്റെ കാര്യം അവിടെ നിന്നോട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കും അവരുടെ അണികൾക്ക് തന്നെ വിയോജിപ്പുണ്ടോ എന്നുള്ളത് വോട്ടെണ്ണലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശകലനം ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒളിയമ്പ് VD സതീശനെതിരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ ഏകാധിപതി ചെയ്തിരുന്നത് അദ്ദേഹം ഈ പാടയെ തകർന്നു പോയ ഒരു സംവിധാനത്തെ 5 വർഷം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു, 5 വർഷമായി ഒരു മനുഷ്യനെടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഓവർലോഡാണ് ഞാൻ എടുത്തിരുന്നത്. ഇനിയൊന്ന് അല്പം സ്വസ്ഥമായി ഉറങ്ങണം. ഇന്ന് ആലുവ ദേശത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ VD സതീശൻ ചെയ്തിരിക്കുന്നത് നേരിട്ട് ഈ സംവിധാനത്തെ മുഴുവൻ നുള്ളിപ്പെറുക്കിയെടുത്ത് അതിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കി. അതായത് നമ്മൾ എന്നോ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന നിലക്ക് ഊർജം നഷ്ടപ്പെട്ട് അങ്ങ് വിളറിപ്പോയ ഒരു പാർട്ടിയെ വീണ്ടും ഈ നീലയുടെ കരുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഈ VD സതീശനാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. കാരണം KPCC പ്രസിഡൻ്റായിട്ട് K സുധാകരനും അതിനു മുമ്പ് അതിനുശേഷം സണ്ണി ജോസഫും വരുമ്പോഴും പോലും ഈ പാർട്ടിയെ ടീം UDF എന്ന നിലയ്ക്കും കോൺഗ്രസിൽ തന്നെയും ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ഇദ്ദേഹം എടുത്ത എഫേർട്ട് ചെറുതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സകല പ്രതികരണങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം VD സതീശനോട് എതിരെ ഉയരാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നില്ല, ആരോപണങ്ങളുണ്ടായിരുന്നില്ല. ഈ സംസ്ഥാനത്ത് ഒരാൾ
ഷോക്കേറ്റ് മരിച്ചാൽ പോലും, അല്ലെങ്കിൽ പോട്ടെ ഒന്ന് നന്നായി നിന്നൊന്ന് മഴ പെയ്താൽ പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ. അത് ഒരു പാർട്ടി എന്ന നിലയിൽ അതേപോലെ തന്നെ അതേ ഊർജവും ആവേശവും അതേപോലെ തന്നെ അണികളിലേക്ക് പകരാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ഗ്രൂപ്പിന് അതീതമായി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇനി അദ്ദേഹം ചെയ്തത് നമുക്ക് തുടക്കം മുതൽ അറിയുന്ന കാര്യമാണ്. നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്. നവകേരളം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം വെച്ചൊരു ബദൽ എന്നുള്ളത് പുതുയുഗമാണ്. കേരളത്തെ സംബന്ധിച്ചൊരു പുതുയുഗം ഉണ്ടാക്കും. അതിനൊരു പുതുയുഗ യാത്ര അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മുഴുവൻ വെയിലും കൊണ്ട് അദ്ദേഹം വോട്ടുറപ്പിക്കാൻ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പൊതുയോഗങ്ങളിലും അത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേൾക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. കേവലം മീഡിയകൾക്കപ്പുറത്ത് നിന്ന് അതിലൂടെ നേതാക്കൾ നടത്തുന്ന പ്രതികരണത്തിനപ്പുറത്ത് നിന്ന് നേരിട്ട് നിന്ന് വി.ഡി. സതീശനെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതിൻ്റെ അവരുടെ ഒരു പച്ചത്തുരുത്തും അവരുടെ ഒരു പ്രതീക്ഷയുമായിരുന്നു സത്യത്തിൽ വി.ഡി. സതീശൻ എന്നുള്ളത്. എല്ലാ പൊതുയോഗങ്ങളിലും ഇത്രയധികം ആളുകളും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു നേതാവ് എന്ന നിലക്കാണ് അവർ വി.ഡി. സതീശനെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമേ അല്ല. ഈ സമയത്ത് നമ്മൾ ഈ പറയുന്ന മറ്റ് നേതാക്കളുണ്ടല്ലോ, അവർ ചെയ്തത് എന്തായിരുന്നു? ഇദ്ദേഹം ഈ പുതുയുഗ യാത്ര 14 ജില്ലകളിലൂടെയും കൊണ്ടുപോകുമ്പോൾ അവർ ചെയ്തത് സ്ഥാനാർത്ഥിത്വത്തിൽ തങ്ങൾക്ക് അനുകൂലമായ കുറേ ആളുകളെ ഒരുക്കി നിർത്തുക എന്നുള്ളതായിരുന്നു മറ്റ് നേതാക്കൾ ചെയ്തിരുന്നത്. അതിന് ഒന്നാമത് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കെ.സി. വേണുഗോപാലായിരുന്നു. മറ്റൊന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സൈഡിലൂടെ രമേശ് ചെന്നിത്തലയും ചെയ്തു. 17 കെ.സിയുടെ അവകാശവാദം അനുസരിച്ച് 43, ആർ.സിയുടെ അവകാശവാദം അനുസരിച്ച് 17. ഇവരൊക്കെ അനുയായികൾ, അതായത് നേതാക്കളെ സ്ഥാനാർത്ഥികളായി ഒരു മണ്ഡലത്തിൽ അവതരിപ്പിക്കാനുള്ള ആളുകൾ തങ്ങൾക്ക് അനുകൂലമുള്ള ആളുകളായാൽ ഇത് കഴിഞ്ഞ്, അതായത് വലിയ കടമ്പ തെരഞ്ഞെടുപ്പാണേ, പക്ഷേ അത് അല്ല അവരുടെ സംബന്ധിച്ച് പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് ജയിച്ചു വരുമ്പോഴുള്ള ഒരു മുഖ്യ തെരഞ്ഞെടുപ്പിനുള്ള കാര്യത്തിലേക്ക് ചരട് വലിക്കാൻ ഇവർക്ക് അനുകൂലമായ ആളുകളെ ഇവരിവിടെ ഒരുക്കി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം വി.ഡി.എസ് ചെയ്തത് തീർച്ചയായും ഇതിനൊക്കെ മുന്നേ ഈ ചരടുവലിയൊക്കെ പിന്നീടുള്ള കാര്യമാണ് എന്നുള്ള ബോധ്യത്തിൽ വോട്ട് വീഴണമല്ലോ പെട്ടിയിൽ തങ്ങൾക്ക് അനുകൂലമായി, അത് ഉറപ്പിക്കുക എന്നുള്ളത്. അതിൽ തന്നെ ഞാൻ പ്രത്യേകമായ ഒരു പോയിന്റ് പറയും. അത് സാമുദായിക നേതാക്കളെ കണ്ടു, യുവ നേതാക്കളെ കാണുന്നു, മറ്റുള്ള സർവ്വ മേഖലകളും സർവ്വതല സ്പർശിയായി അദ്ദേഹം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വീക്ഷിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്നു. അതിൽ വേറൊരു കാര്യം കൂടെ അതിനിടയിൽ സംഭവിക്കുന്നുള്ളത്, അസംഖ്യം സഖാക്കളുടെ വോട്ട് കൂടി പെട്ടിയിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ് ഈ ഘട്ടത്തിൽ. അത് കേവലം ഒരു സർക്കാർ വിരുദ്ധതയോ പിണറായി വിരുദ്ധതയോ കൊണ്ട് മാത്രം സഖാക്കളുടെ വോട്ട് പെട്ടിയിലേക്ക് വീഴുകയില്ല. തീർച്ചയായും ഇവർ അടക്കമുള്ള ഇനിയിപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വോട്ടും ചിലപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ LDFന് അനുകൂലമായി സംഭവിച്ച ഒരു നിഷ്പക്ഷ വോട്ടുകളുണ്ടല്ലോ, ആ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ വി.ഡി. സതീശനായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കെ.സിയെ നമ്മൾ കുറച്ച് കാണുകയൊന്നുമല്ല. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ബാങ്ക് റോൾ ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. 2021 അവർ അമ്പയെ പരാജയപ്പെട്ടു പോയ അവരാണ്. തീർച്ചയായും അത്തരം മുൻമാതൃകകളൊക്കെ അവരിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും പക്ഷേ വി.ഡി. സതീശന് മെറിറ്റ് കൂടുതൽ കൊടുക്കാനുള്ള ഒരു കാര്യം, ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൽ അതിൽ വ്യക്തതയുള്ള ഒരാൾ, നിലപാടുകളുടെ വ്യക്തതയുള്ള ഒരാൾ. തീർച്ചയായും നമ്മൾ ഉറ്റുനോക്കിയ പല വിഷയങ്ങളിലും മുൻപിന്നും നോക്കാതെ, അതിപ്പോൾ സമുദായ സംഘടനകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും മറ്റ് മതവർഗീയ കാര്യങ്ങളുടെ ആണെങ്കിൽ പോലും അദ്ദേഹം പിടിച്ച ഒരു നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് ജനങ്ങൾ കൊടുത്തത്. അത് അദ്ദേഹത്തിന് കൃത്യമായും പറയുവാൻ കഴിഞ്ഞു. അത് കേവലം മീഡിയകൾക്ക് മുന്നിൽ കൂടെ പറയുക മാത്രമല്ല, അത് മുഴുവൻ ജനങ്ങളിലും എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, മറ്റേതെങ്കിലും നേതാവിന് അനുഭവിക്കേണ്ടതോ അഭിമുഖീകരിക്കേണ്ടതായ വന്നിട്ടുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒന്നും ആയിരുന്നില്ല വി.ഡി. സതീശനെ സംബന്ധിച്ച് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്ന പരിഹാസവും പിന്നെ ഈ പറയുന്നത് പോലെ ചോദ്യങ്ങളുമാണ്. അതിനെയും തരണം ചെയ്ത് വലിയൊരു വിജയം അദ്ദേഹം കണക്കുകൂട്ടി അവതരിപ്പിച്ച ഒരു വിജയം തന്നെ കൈവരിക്കാനായിട്ടുണ്ടെങ്കിൽ ആ മാസ്റ്റർ മൈൻഡിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അത് അവരുടെ പാർട്ടിക്കാർക്കും ആ ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. മറ്റുള്ളവർക്കും കൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായനെ. ഈ പറയുന്നത് പോലെ നേരത്തെ ഹർഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടു കൂടി ഒരു പുതിയ മുഖ്യമന്ത്രിയെ നമ്മൾ കൂടി സ്വീകരിച്ചേനെ. അങ്ങനെയെങ്കിൽ അല്ലേ, ഇനി ഈ തർക്കത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഒരു വാർത്താ ദാരിദ്ര്യവും എല്ലാ ദിവസവും ഈ അടിയും കാണിച്ച് ജനങ്ങളെ കൂടെ മടുപ്പിക്കേണ്ട. തീർച്ചയായും ഇതൊക്കെ ജനങ്ങൾ കാണുകയാണല്ലോ.
ഇത്ര വലിയ വിജയം നൽകിയിട്ട് ഇനി ഇവരുടെ അടി തീർന്നില്ലേ എന്ന് സ്വാഭാവികമായും ചോദിക്കും. ഈ അടി കഴിഞ്ഞിട്ട് ഇതങ്ങനെ മടുപ്പിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് തർക്കങ്ങളും ഈ നീക്കങ്ങളും ഒക്കെ ഒരു രസകരമായ സംഗതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ അധികാരം വെച്ച് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോഴാണ് അതിനകത്തൊരു വിയോജിപ്പും നമുക്ക് വിമർശനങ്ങളും ഒക്കെ തോന്നുന്നത്. ഓക്കെ, കനത്ത വിജയം നേടിയതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്കായി അണികൾ തെരുവിലും സോഷ്യൽ മീഡിയയിലും പരസ്പരം പോരടിക്കുകയാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാൻ നിരീക്ഷകരെ അയച്ചു മുഖ്യമന്ത്രി പ്രഖ്യാപനം വേഗത്തിലാക്കാനാണ് ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ 3 കരുത്തരായ നേതാക്കൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹൈക്കമാൻഡും പ്രതിസന്ധിയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ MLA-മാരുടെ ശക്തമായ പിന്തുണയാണ് മുഖ്യമന്ത്രി ചർച്ചയിൽ KC വേണുഗോപാലിന് കരുത്താകുന്നത്. MLA-മാരുടെ പിന്തുണ കുറവാണെങ്കിലും മുതിർന്ന നേതാവെന്ന പരിഗണനയും AICC-യുടെ പിന്തുണയും നേട്ടമാകുന്നുവെന്ന വിലയിരുത്തലിലാണ് രമേശ് ചെന്നിത്തലയും ഉള്ളത്. 5 വർഷത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനവും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണയാണ് VD സതീശന് ആത്മവിശ്വാസം നൽകുന്നത്. ടീം UDF എന്ന നിലയിൽ മുന്നണിയെ നയിച്ച VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹൻ എന്ന് വാദിക്കുന്നവരും നിരവധിയാണ്. പക്ഷേ MLA-മാരുടെ പിന്തുണയിൽ KCക്കാണ് എന്നതാണ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും ആശങ്കയിലാക്കുന്ന കാര്യവും. നേതൃത്വം എന്തു തന്നെ തീരുമാനമെടുത്താലും ഈ 3 നേതാക്കൾക്ക് മുഖ്യമന്ത്രിയാകാൻ ഒരുപോലെ അർഹതയുണ്ടെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.